പോലീസിനെ ചങ്ങലക്കിടാതെ രക്ഷയില്ലെന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കേരളം ഒരാഴ്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത്. നീതി നടപ്പിലാക്കേണ്ടവർ തന്നെ സാധാരണക്കാരെ കൊന്നു കൊലവിളിക്കുന്ന കാഴ്ച. പോലീസിനെ നിയന്ത്രിക്കാതെ കേരളത്തിൽ നിയമവാഴ്ച ഉറപ്പുവരുത്താനാവില്ലെന്ന് വ്യക്തമാണ്. കുന്നംകുളത്ത് 2023 യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് കേരളം കണ്ടത് ഞെട്ടലോടെയാണ്. ജനമൈത്രി പോലീസ് കൊലമൈത്രി പോലീസ് ആകുന്നുവെന്ന് തെളിയിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സുജിത്തിനെ സംഘം ചേർന്ന് പോലീസ് ആക്രമിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കേരളത്തെ നടുക്കുന്നത്. സുജിത്തിനെ മൃഗീയമായി മർദ്ദിച്ച 4 പോലീസുകാരെ സർവീസിൽ നിന്നും പുറത്താക്കാനുള്ള സമ്മർദ്ദം ശക്തമായിരിക്കെയാണ് അവരെ സംരക്ഷിക്കാനുള്ള ഭരണ ഇടപെടലുകളും നടക്കുന്നത്. ഒരു പാവ യുവാവിനെ മർദ്ദിച്ചതൊന്നും അത്ര കാര്യമല്ല എന്ന നിലയിലാണ് പോലീസ് വെളുപ്പിക്കൽ ഏറ്റെടുത്തവരുടെ ന്യായീകരണങ്ങൾ. പോലീസിനെതിരെയുള്ള പരാതികൾ സമാനതകളില്ലാത്ത വിധം കൂടുകയാണെന്ന് പോലീസിന്റെ കംപ്ലൈന്റ് അതോറിറ്റിയിൽ ലഭിക്കുന്ന പരാതികൾ വ്യക്തമാക്കുന്നുണ്ട്. 2017 മാത്രം പോലീസിനെതിരെ ലഭിച്ച പരാതികൾ 808 എണ്ണമാണ് എന്നറിയുമ്പോൾ പോലീസ് രാജിന്റെ ഭീകരമുഖം തിരിച്ചറിയപ്പെടുന്നു. നീതി നടപ്പിലാക്കേണ്ടവരിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾക്ക് നീതി തേടി അലയേണ്ട കാലമായിരിക്കുന്നു. 2016 മെയ് മുതൽ 2025 വരെ കേരളത്തിൽ നടന്നത് 17 കസ്റ്റഡി മരണങ്ങളാണ്. 2021, 2022 വർഷം മാത്രം നടന്നത് 6 കസ്റ്റഡി മരണങ്ങളാണ്. 17 പേരിൽ 16 പോലീസ് കസ്റ്റഡിയിലിരിക്കുകയും ഒരാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇരിക്കുകയുമാണ് മരിച്ചത്. കസ്റ്റഡി മരണത്തിൽ നിന്നും ഏറ്റവും അവസാനത്തേത് മലപ്പുറം താനൂരിൽ താമിൽ ജിഫ്രി എന്ന ചെറുപ്പക്കാരന്റേതാണ്. ഈ കണക്ക് കേരളത്തോട് പറഞ്ഞത് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ആയിരിക്കെയാണ് ലോക്കപ്പ് മർദ്ദനങ്ങൾ ലഘൂകരിക്കാൻ CPM നേതാക്കളുടെ നീക്കം. മുൻപ് നടന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാൻ ഇപ്പോൾ നടന്ന പോലെ ചിത്രീകരിക്കുന്നു എന്നാണ് LDF മുൻ കൺവീനർ EP ജയരാജൻ പറയുന്നത്. 6 മാസം മുമ്പ് നടന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ ഇപ്പോൾ നടന്നതുപോലെ ആണ് വാർത്തകൾ വരുന്നതെന്നും അദ്ദേഹം പറയുന്നു. എന്താണ് യാഥാർത്ഥ്യമെന്ന് പോലും അന്വേഷിക്കാതെയാണ് ആഭ്യന്തര വകുപ്പിനെ സംരക്ഷിക്കാൻ ജയരാജന്റെ ശ്രമം. കുന്നംകുളത്ത് 2023 നടന്ന കസ്റ്റഡി മർദ്ദനമാണ് 6 മാസം മുമ്പ് നടന്നതായും അന്നൊന്നും പരാതി ഇല്ലായിരുന്നുവെന്നും ജയരാജൻ ആക്ഷേപിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷകൾ തള്ളിയിട്ടും കോൺഗ്രസ് സംവിധാനം നിരന്തരം പിന്നാലെ നടന്നു തന്നെ നേടിയെടുത്ത് CCTV ദൃശ്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ ഉള്ളപ്പോഴാണ് ജയരാജന്റെ ഈ അപഹാസ്യ സംസാരം. സുജിത്തിനെ മർദ്ദിച്ച 4 ഉദ്യോഗസ്ഥർക്കെതിരെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് നടപടിയെടുക്കാൻ വിസമ്മതിച്ചപ്പോഴാണ് സുജിത് കുന്നംകുളം കോടതിയെ സമീപിച്ചതും കോടതി 2025 ജൂണിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തതും. സുജിത്തിന് മർദ്ദനമേറ്റ അതേ തൃശൂരിൽ നിന്ന് തന്നെയാണ് ഒരു ഹോട്ടൽ ഉടമ അദ്ദേഹത്തെ മകനെയും ജീവനക്കാരെയും ഒരുപറ്റം പോലീസുകാർ സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. സുജിത്തിന് മർദ്ദനമേറ്റ അതേ 2023 തന്നെയാണ് ഔസേപ്പ് എന്ന ഹോട്ടൽ ഉടമയും ദുരനുഭവത്തിന് ഇരയായിപ്പെടുന്നത്. PG സ്റ്റേഷനിലെ രതീഷ് എന്ന ഇൻസ്പെക്ടറാണ് മർദ്ദിച്ചതെന്ന് ഔസേപ്പ് പറയുന്നു. ഇയാൾക്കെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയും നടപടിക്ക് ശുപാർശ ചെയ്യപ്പെടുകയും ഉണ്ടായെങ്കിലും നടപടിക്ക് പകരം രതീഷിന് സംഭവിച്ചത് ഉദ്യോഗസ്ഥ കയറ്റമാണ്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായി ഇപ്പോൾ ജോലി ചെയ്യുന്ന രതീഷിന് സംഭവം വിവാദമായപ്പോൾ മാത്രമാണ് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത് പോലും. ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന മകനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി SK രാജീവ് എന്ന പിതാവ് ആരോപിക്കുന്നു. ഈ സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ്. നിരപരാധികളെ ലോക്കപ്പിലിട്ട് അല്ലാതെ മർദ്ദിക്കുന്ന പോലീസ് രീതി ഇപ്പോഴും തുടരുന്നു എന്ന് സാരം. പോലീസ് സേനയുടെ മനോവീര്യത്തെ കുറിച്ചാണ് ഓരോ ബാച്ചുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയാനുള്ളത്. പോലീസുകാരുടെ മനോവീര്യം അവിടെ നിൽക്കട്ടെ, മനുഷ്യന്റെ അന്തസ്സും അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നാണോ ഈ പോലീസിനോട് പൊതുജനത്തിന് പറയാനുള്ളത്? 1977 മാർച്ച് 30 ഒരു യുവ സാമാജികൻ കേരളത്തിന്റെ നിയമസഭയിൽ പ്രസംഗിച്ച ഒരു ലോക്കപ്പ് മർദ്ദനത്തിന്റെ കഥയുണ്ട്. ധർമ്മടം പോലീസ് 1975 സെപ്റ്റംബർ ലോക്കപ്പിലിട്ട് മർദ്ദിച്ചു. ലോക്കപ്പിലാകുമ്പോൾ ധരിച്ചിരുന്ന ചോര പുരണ്ട ഷർട്ട് ഉയർത്തിപ്പിടിച്ചായിരുന്നു ആ പ്രസംഗം. അന്ന് തന്നെ പോലീസ് മർദ്ദിച്ചു എന്ന് വികാരം കൊണ്ട അതേ യുവ സാമാജികനാണ് ഇന്നും മുഖ്യമന്ത്രിയും സംസ്ഥാനത്തെ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന ആഭ്യന്തരമന്ത്രിയും. കുന്നംകുളത്ത് സുജിത്ത് എന്ന യുവാവിന് തന്റെ പോലീസിൽ നിന്നും നേരിടേണ്ടി വന്ന ക്രൂരമർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ മലയാളികൾ മുഴുവൻ കണ്ടിട്ടും പിണറായി മാത്രം കണ്ട ഭാവമില്ല. ഇതിനർത്ഥം പോലീസിന്റെ അതിക്രമങ്ങളെ വകുപ്പ് മന്ത്രി പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെയാണ്. ഇതാദ്യമായിട്ടല്ല പോലീസ് സേനയുടെ ക്രൂരതകളെ വകുപ്പ് മന്ത്രി ന്യായീകരിക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നാണ് ഏത് പോലീസ് ക്രൂരതയും അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്.
ആലപ്പുഴയിൽ തനിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് സ്വന്തം ഗൺമാനിനെ ഇന്നും സംരക്ഷിക്കുന്ന പിണറായി വിജയനിൽ നിന്നും എന്ത് നീതിയാണ് കേരള ജനത പ്രതിഷേധിക്കേണ്ടത്?